ആദ്യ ശ്രുട്ടിക്കാവിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ സ്ത്രീകളിൽ 90% പേരും ചെയ്യാത്തൊരു കാര്യമാണ് സെൽഫ് പാമ്പറിങ് അല്ലെങ്കിൽ സെൽഫ് കെയർ. എസ്പെഷ്യലി ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കാര്യം തീരെ ശ്രദ്ധിക്കില്ല. പക്ഷെ നമ്മൾ ചുറ്റുമുള്ളവരെ എല്ലാവരും ടേക്ക് കെയർ ചെയ്യും. പക്ഷെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യാറുണ്ടോ? ഞാൻ തീരെയും ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ ഞാൻ നേരിടുന്ന പ്രശ്നം ഇതൊന്നുമല്ല. ഈ കാണുന്ന കുഞ്ഞുമുടികളാണ് എന്റെ പ്രശ്നം. ഒരു തരത്തിലും തലയിൽ ഒതുങ്ങി നിൽക്കാത്ത ഇവരെ അടക്കി ഒതുക്കി നിർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു ഹെയർ ട്രീറ്റ്മെന്റിന് മുതിരുന്നത്. മുൻപ് 2 തവണ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്റെ മുഖത്തിന് അത് അത്ര ചേരുന്നുണ്ടായിരുന്നില്ല. സോ ഞാൻ അതിഭയങ്കരമായ റിസർച്ച് നടത്തിയിട്ട് ബൊട്ടോക്സ് ട്രീറ്റ്മെന്റ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഹെയർ ഒക്കെ വാഷ് ചെയ്തിരുന്നപ്പോഴാണ് എല്ലായ്പ്പോഴും ഉണ്ടാകുന്ന പോലെ ടെൻഷൻ ഉണ്ടാകുന്നത്. ഇതെന്റെ മുഖത്തിന് ചേരുമോ, വെറുതെ കാശ് പോയോ, ഇനി ഇവരിത് ചെയ്ത് കൊളവാക്കോ, അങ്ങനെ പല പല ചിന്തകളായിരുന്നു എന്റെ മനസ്സിൽ. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ ആ നഗ്നസത്യം മനസ്സിലാക്കിയത്. ഇതാരാ? ഒരാവശ്യമില്ലാതെ എന്റെ തലയിൽ പൊങ്ങി നിന്ന് കുഞ്ഞുമുടികളെ അടക്കി ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബൊട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്തതെങ്കിൽ അവരോട് ചെയ്തതിന്റെ പ്രതിഷേധാർഹം അവരെല്ലാം കരണ്ടടിച്ച പൂച്ചയെ പോലെ എന്റെ തലയുടെ മുകളിൽ അങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. സോ ഇവരെ എല്ലാം ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് റിസർച്ച് നടത്തിയിട്ട് വാങ്ങിയ പ്രോഡക്ട്സ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇത് ബൊട്ടോക്സ് ട്രീറ്റ്മെന്റിന് ശേഷം നമ്മുടെ മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവാനും നല്ല ഷൈനി ആയിട്ടിരിക്കാനും അതേപോലെ തന്നെ നല്ല ആരോഗ്യമായിട്ടിരിക്കാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഷാമ്പൂവും കണ്ടീഷണറും ഓയിലും ആണ്. ബൊട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഏകദേശം 1 വീക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് എന്റെ നൈറ്റ് കെയർ റൂട്ടീൻ എന്ന് പറയുന്നത്. ആദ്യം തന്നെ മുടി നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം ഈ കാണുന്നത് പോലെ മുടിയുടെ അറ്റത്തെല്ലാം OGXന്റെ തന്നെ ഡ്രൈ ഓയിൽ മിസ്റ്റ് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 10 മിനിറ്റ് എങ്കിലും ഹെയർ റൂട്ടിലെല്ലാം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ കാണുന്നത് പോലെ ഒരുപാട് ടൈറ്റ് ആവാതെ പിന്നിടുന്നതാണ് നൈറ്റ് കെയർ എന്ന് പറയുന്നത്. സാറ്റിൻ ക്രഞ്ചീസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്, മുടി പൊട്ടാതെ ഇരിക്കാൻ. ആദ്യം തന്നെ തല നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം നമ്മുടെ OGXന്റെ ഷാമ്പൂവും കണ്ടീഷണറും ഇട്ട് ഹെയർ വാഷ് ചെയ്തതിന് ശേഷം വളരെ സോഫ്റ്റ് ആയിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മുടെ ഡ്രൈ ഓയിൽ മിസ്റ്റ് എടുത്ത് തലയിൽ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മുടെ തലയും മുഖവും ഒക്കെ മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഹാർഡായിട്ട് മസാജ് ചെയ്യാൻ പാടില്ല. വളരെ സോഫ്റ്റ് ആയിട്ട് വേണം മസാജ് ചെയ്യാനായിട്ട്. മുടി ഉണക്കാനായിട്ട് ഞാൻ ഡ്രയർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. തനിയെ ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഇതാണ്. മുൻപ് 2 തവണ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്ത ഒരാളെന്ന നിലയിൽ ബൊട്ടോക്സ് ട്രീറ്റ്മെന്റ് ഭയങ്കര കംഫർട്ട് ഫീലിംഗ് ആണ്. മുടി ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്, അതേപോലെ തന്നെ ഭയങ്കര ഷൈനിങ്ങും ആണ്, എന്നാൽ നാച്ചുറൽ ഒരു ലുക്കും ഉണ്ട്. പൊതുവെ എല്ലാ സ്കിൻ കെയർ പ്രോഡക്ട്സിനോടും അല്ലെങ്കിൽ ഹെയർ ഓയിൽസിനോടും ഒക്കെ ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്. പക്ഷേ ഈ OGX എന്നുള്ള പ്രോഡക്റ്റും എനിക്ക് സ്യൂട്ടായി വന്നിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ ബൊട്ടോക്സ് ട്രീറ്റ്മെന്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്